ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് 9ന്റെ 5th ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. അപ്പോൾ ആ ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് എക്സ്പ്ലോറിംഗ് മിസ്റ്റേഴ്സ് ആൻഡ് ദെയർ സെപ്പറേഷൻസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ മിസ്റ്റർ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ നമ്മുടെ ന്യൂ ക്യൂരിയോസിറ്റി ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞ വർഷം 8ാം ക്ലാസ് പഠിച്ച കുട്ടികൾ മിസ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ചാപ്റ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ മിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്നത് മിസ്റ്റേഴ്സ് ആർ ഓഫ് 2 types. അതിനകത്ത് വൺ ഇസ് homogeneous and another one is heterogeneous. Homogeneous എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാം യൂണിഫോംലി, അതായത് ഒരേപോലെ. അത് എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. അതായത് സോൾട്ടി വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ബൗളിൽ കുറച്ച് വാട്ടർ ഇരിക്കുന്നു. ആ വാട്ടറിൽ നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ സം ടൈം സോൾട്ട് ഡിസോൾവ്സ്. അപ്പോൾ ഞാനൊരു നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഈ സോൾട്ട് ഡിസപ്പിയർ ആയി. ഞാൻ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വേർ ഡസ് ദിസ് സോൾട്ട് ഗോ? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ പറയുന്നില്ല, അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം സോൾട്ട് എവിടെ പോയി എന്നുള്ളത്. സോൾട്ട് കാണാനില്ല അല്ലെ? പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ സോൾട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്തു. അപ്പോൾ അവിടെ യൂണിഫോംലി പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ ഈ മിസ്റ്ററിൽ എല്ലാം തന്നെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പാർട്ടിക്കിൾസ് ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. വി കനോട്ട് സീ ദ പാർട്ടിക്കിൾസ്. പിന്നെന്താണ്, ദർ ഇസ് നോ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. കുറച്ച് സമയം കഴിഞ്ഞാലും അവിടെ സസ്പെൻഡ് ചെയ്യുന്ന പാർട്ടിക്കിളിനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഡിഫറൻസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം. പിന്നെ നമുക്ക് പറയാം ഷുഗറി വാട്ടർ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഷുഗർ ആൻഡ് വാട്ടർ പറയാം, പിന്നെ ഹണി ആൻഡ് വാട്ടർ പറയാം. ഇതൊക്കെ മിക്സ് ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്തത് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. അപ്പൊ ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആണെന്ന് നമുക്കറിയാം. അവിടെ ഇപ്പോൾ സപ്പോസ് മഡി വാട്ടർ, ഇപ്പോൾ നമ്മളൊരു ഗ്ലാസ് ബൗളിൽ കുറച്ച് മഡ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മഡ് അവിടെ ആയിട്ട് ഇങ്ങനെ കലങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ മഡി വാട്ടർ എന്ന് പറയുമ്പോൾ അത് ഹെട്രോജീനിയസ് മിക്സ്ചർ ആണെന്ന് പറഞ്ഞു. അവിടെ പിന്നെ ദേ ആർ നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. പിന്നെ എന്താണ്, ആഫ്റ്റർ സം ടൈം ദ പാർട്ടിക്കിൾസ് വിൽ ബി സസ്പെൻഡഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് അവരെ ഹെട്രോജീനിയസ് എന്ന് പറയാം. പിന്നെ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിന് വേറെയും എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഓയിൽ ആൻഡ് വാട്ടർ. അപ്പോൾ ഓയിൽ ആൻഡ് വാട്ടർ ഒക്കെ ആണെങ്കിൽ അവിടെ സെപ്പറേറ്റ് ബൗണ്ടറി തന്നെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പിന്നെ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ദർ ഇസ് നോ സെപ്പറേഷൻ ഓർ നോ ബൗണ്ടറി ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നിങ്ങൾ പിന്നെ ക്യൂരിയോസിറ്റി എന്നുള്ള ടെക്സ്റ്റ് ബുക്കിനകത്ത് പഠിച്ച ഒരു ഡെഫിനിഷനാണ്. നമുക്ക് മിസ്റ്ററിന് ഇങ്ങനെ പറയാം, ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more substances that are physically combined but not chemically bonded എന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈപ്പ് ഓഫ് മിസ്റ്റേഴ്സ് ഹോമോജീനിയസ് ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആൻസേഴ്സ് ഇങ്ങനെ പറയാം. യൂണിഫോം കോമ്പോസിഷൻ ആണ്. അവിടെ there is no uniform composition. Here particles do not settle down over time. There the particles settle over time. Example, salty water, sugary water, muddy water, oil and water.